ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഗലാത്യലേഖനം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ആഴമായ പ്രസ്താവന, നിങ്ങൾ പരസ്പരം കോപിക്കുന്നവരായി തീരരുതെന്നും പരസ്പരം സ്നേഹിക്കുന്നവരും ഐക്യതയിലും സ്നേഹത്തിലും മുൻപോട്ട് പോകുന്നവരുമായി തീരണമെന്നും ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 31-32 വാക്യത്തിൽ പറയുന്നത്, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കോപിക്കുന്നവരായിട്ടല്ല, പക വെച്ച് പുലർത്തുന്നവരായിട്ടല്ല, ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി നിങ്ങൾ തീരണമെന്നാണ് ഏതൊരു മനുഷ്യനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എന്ന പദമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും പറയുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ട് എങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ട് എങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ എന്ന പദമാണ്. അപ്പോൾ നാം പരസ്പരം കോപിക്കുക എന്നതിനപ്പുറത്ത് സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരും ഐക്യമത്യപ്പെടുന്നവരുമായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന പദങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കായീൻ്റെ ചരിത്രം നാം വായിച്ചു നോക്കുമ്പോൾ, കായീൻ ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെടുവാനും ഒരു കുലപാതകനായി തീരുവാനും ഇടയായി തീർന്നതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത്, കായീനും കാബേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിച്ചെങ്കിലും കായീൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകാഞ്ഞതുകൊണ്ട് തനിക്ക് കോപം ഉദിക്കുകയും തന്നിൽ കടന്നുകൂടിയ കോപമാണ് തൻ്റെ സഹോദരനായിരിക്കുന്ന കാബേലിനെ കൊന്നുകളയുവാനും ഭവനം വിട്ട് നാടുവിട്ട് ഓടിക്കളയേണ്ടി വന്നതുമായ രംഗങ്ങൾ കായീൻ്റെ ജീവിതത്തിനകത്തുണ്ടായത് എന്ന് ആ വേദവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് ഗലാത്യ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ കോപിക്കുന്നവരായി തീരരുതെന്നും നിങ്ങൾ ഏക മനസ്സുള്ളവരും ഏക ഭാവമുള്ളവരും ഏക സ്നേഹമുള്ളവരും ഐക്യതയുള്ളവരുമായി തീരുകയും തമ്മിൽ ക്ഷമിക്കുവാനും ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ സ്നേഹത്തിൽ സകലതും ചെയ്യുവാനും നിങ്ങൾ ഒരുങ്ങണം എന്നുള്ള പദപ്രയോഗങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പരസ്പരം കോപിച്ചിട്ട് പാപം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെടുന്നവരായി തീരാതിരിക്കേണ്ടതിന് ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്നവരുമായി തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലത്തിലുള്ള ആഴമായ പ്രാർത്ഥനയിൽ മുന്നേറുന്നവരുമായി തീരേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ കോപിച്ച് പാപം ചെയ്യുന്നവരും ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെടുന്നവരുമായി തീരാതിരിക്കുകയും ഞങ്ങൾ ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും താഴ്മയോടും വിനയത്തോടും ആഴമായ ദൈവസാന്നിധ്യത്തോടും കൂടി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അതിനായി ഒരുക്കണമേ. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.